ഇതിനിടയിൽ പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ 1.5 മണിക്കൂറോളം ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ഇന്നലെയാണ് ഈ ചർച്ചകൾ നടത്തിയത്. ഇറാൻ യുദ്ധം, യുക്രൈൻ യുദ്ധം എന്നിവ വിഷയങ്ങളായി വന്നു. ഇറാനെതിരെ വെടിനിർത്തൽ തുടരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. അതേസമയം യുക്രൈനിൽ വെടിനിർത്തൽ തുടരും എന്ന് വേണമെങ്കിൽ നീട്ടാം എന്നുള്ള വിഷയവും പുടിൻ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ്, ഇപ്പോൾ ഈ പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ചകൾ എന്തെങ്കിലും ആശാവഹമായ പുരോഗതി ഉണ്ടോ? ഇടയ്ക്ക് പുടിനൊക്കെ ഇടപെട്ട് ഇറാനുമായി ചില സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ഇടനിലക്കാരായി നിൽക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് അമേരിക്ക സമ്മതിച്ചിരുന്നുമില്ല. രഞ്ജിത്ത്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സിയും അതുപോലെ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ ഇറാന് പൂർണ്ണ പിന്തുണയാണ് റഷ്യ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ട്രംപിനോട് വൈറ്റ് ഹൗസിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ മാധ്യമങ്ങളോട് എന്നാൽ ട്രംപ് പറയുന്നത് റഷ്യ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൂടെയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ പുടിൻ തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ പൂർണ്ണ പിന്തുണ ഇറാനാണെന്ന് റഷ്യ വ്യക്തമാക്കിയതാണ്. അതുപോലെ ആണവ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു പരിഹാരം കാണാൻ ഇറാനോടൊപ്പം നിൽക്കുമെന്നും നയതന്ത്ര കാര്യങ്ങളിൽ പൂർണ്ണ പിന്തുണ, എല്ലാവിധ സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രംപ് മാധ്യമങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റഷ്യയ്ക്കും ഇറാനിൽ ആണവായുധം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യമില്ല. ഇക്കാര്യം പുടിൻ എന്നെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടെലിഫോണിൽ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. ഈ സംസാരിച്ചപ്പോഴൊക്കെ റഷ്യ ഞങ്ങളോട് പറഞ്ഞത് ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ സഹായിക്കാൻ റഷ്യ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് പുടിൻ പറഞ്ഞത് എന്നെല്ലാമാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ യുക്രൈൻ വിഷയവും പ്രധാനമായിട്ടും ഒരു ചർച്ചയായി. യുക്രൈനിൽ വെടിനിർത്തൽ ഇനി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ നടത്തുമെന്നും ഇക്കാര്യം പരിഗണനയിലാണെന്നുമൊക്കെ പുടിൻ തന്നോട് പറഞ്ഞിട്ടുള്ളതായിട്ട് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവനകൾ ഇറാനെ പിന്തുണയ്ക്കുന്നതാണ്. അല്ലാതെ അമേരിക്കയ്ക്ക് ഫേവറബിളായി ഇറാനെ പിണക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്താനാകില്ല. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ഇറാൻ അനുകൂലമായിട്ട് തങ്ങളുടെ വീറ്റോ പവർ റഷ്യ ഇതിനു മുൻപേ സ്വീകരിച്ചിരുന്നു. ഹോർമുസ് തുറക്കാനുള്ള പ്രമേയത്തിൽ ഉൾപ്പെടെ ഇറാന്റെ കൂടെ നിൽക്കുന്ന ഒരു നിലപാടാണ് റഷ്യ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാനാകും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും വെടിനിർത്തൽ നീട്ടാമെന്നുമൊക്കെയാണ് യുക്രൈൻ വിഷയത്തിൽ പുടിൻ ട്രംപിനോട് പറഞ്ഞത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണും. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.